Hi friends, once again welcome to my video blog Ajay Tech Tips. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. ഞാനിന്ന് വന്നത് വളരെ വിഷമമുള്ളൊരു കാര്യം പറയാനായിട്ടാണ്. അപ്പൊ അതെന്താണ് ഏതാ പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എന്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം പേർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനുള്ള സൊല്യൂഷനും ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ എന്താ കാര്യം നോക്കാം. 2 ദിവസം മുമ്പ് എന്റെ ഓഫീസിലെ ഒരു സ്റ്റാഫ് അവര് ഒരു ബ്രാൻഡ് പേര് പറയാം, നോയ്സിന്റെ വാച്ച് അവരെ സൈറ്റിൽ നിന്ന്. ഞാൻ നോയ്സിന്റെ വാച്ച് വാങ്ങിയിട്ടുണ്ട്. അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ റിവ്യൂ ഇനി പറയുന്നുണ്ട്. അതില് കുറച്ച് കാര്യങ്ങളുണ്ട്. അവര് പൈസന്റെ ആർത്തിയുള്ള കാര്യങ്ങൾ അതൊക്കെ ആയിട്ട് നമ്മളിന്റെ അടുത്ത സീരീസ് ഓഫ് വീഡിയോയിൽ നമ്മളത് പറയുന്നതാണ്. അൺബോക്സിങ് ചെയ്തതിന്റെ റിവ്യൂ ആയിട്ട് ഇപ്പൊ വാച്ച് ഉണ്ട്, മൈക്ക് ഉണ്ട്, ഇതിന്റെയൊക്കെ ഒന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നോയ്സിന്റെ വാച്ച് ആ കുട്ടി വാങ്ങി. അത് 5000 രൂപേന്റെ വാച്ചാണ് വാങ്ങുന്നത്. അത് അവരെ സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങി ഓർഡർ ചെയ്തു. ഇത് ഗിഫ്റ്റ് കൊടുക്കാനുള്ള വാച്ച്. അപ്പൊ ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം വാച്ച് വന്നു, കൊറിയറാണ് കൊടുത്തത്. ആ കുട്ടി അത് പിന്നീട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ വാച്ച് ഇല്ല. വല്ലാത്ത കഷ്ടം. അവർക്ക് ഭയങ്കര വിഷമമായി. കസ്റ്റമർ കെയറിലേക്ക് കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കസ്റ്റമർ കെയർ നമ്പർ എടുക്കരുത്, കാരണം അത് തട്ടിപ്പായിരിക്കും. നമ്മൾ അതിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് മാച്ചോളെ. അപ്പോൾ അവര് അതിന്റെ തന്നെ നോയ്സിന്റെ കസ്റ്റമർ സൈറ്റിൽ കയറി അതിന്റെ നമ്പർ എടുത്തു. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു, റീഫണ്ട് തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇത് നിങ്ങളത് എടുത്ത് മാറ്റിയിട്ട് ആ രീതിയിലായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതിന്റെ വീഡിയോ വേണമെന്ന്. ആസ് എ യൂട്യൂബർ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ അൺബോക്സിങ് ചെയ്യും, ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യും അത്. ബട്ട് സാധാരണ ഒരാൾ ചെയ്യുന്നില്ല. ഇപ്പൊ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഡിവൈസ് നമ്മൾ ഓർഡർ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ മുമ്പ് നിന്ന് അത് അൺബോക്സ് ചെയ്യണം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് പേയ്മെന്റ് കൊടുത്താൽ മതി. അത് ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും എടുക്കാൻ വെച്ചാൽ ഞാൻ ആ കമ്പനീസിനെ പ്രൊമോട്ട് ചെയ്യല്ല. നിങ്ങൾ വാങ്ങുമ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ വാങ്ങുക ഈ പ്രോഡക്റ്റ് തന്നെ. ചിലപ്പോൾ ഒരു 500 രൂപ കൂടും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതായിരിക്കും ഏറ്റവും നന്നാവുക. എന്നിട്ട് അതില് നമ്മൾ ഓർഡർ ചെയ്യുന്ന നേരത്തെ തന്നെ ടിക്ക് ചെയ്യണം, ആ ഡെലിവറി ബോയ് തന്നെ അൺബോക്സ് ചെയ്യണം. അൺബോക്സ് ചെയ്തിട്ട് ഇതേപോലെ സാധനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് പേയ്മെന്റ് കൊടുക്കണ്ട, അല്ലെങ്കിൽ കൊടുത്ത പേയ്മെന്റ് അനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുകയും ചെയ്യും. അത് നിങ്ങൾ ചെയ്യുക. കാരണം ഞാൻ വാച്ച്, പക്ഷെ എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു തോന്നിയത്. കാരണം ഈ വാച്ച് വാങ്ങിയപ്പോൾ എനിക്ക് അതൊരു അൺബോക്സിങ് വീഡിയോ ആക്കണം. പക്ഷെ ഞാൻ ചെയ്തു. നമ്മള് വീണ്ടും അതൊക്കെ ഒട്ടിച്ചിട്ടൊന്ന് ചെയ്തു. അപ്പൊ ഈ പറഞ്ഞ പോയിന്റ് നിങ്ങൾ ആലോചിക്കണം. ആ ഒരു വാച്ച്, അപ്പൊ ഈ പോട്രോണിക്സിന്റെ ആയാലും ഇത് നോയ്സിന്റെ ആയാലും ഏത് കമ്പനീന്റെ ആയാലും കമ്പനീന്റെ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഇല്ല. വല്ലാത്ത കഷ്ടമാണ്. ഇനിയിപ്പോ അവർക്ക് ആ വീഡിയോ വേണമെന്നാണ് പറഞ്ഞത്, വീഡിയോ ഇല്ല. അപ്പം ചെയ്യാൻ എന്താ പറ്റുക വെച്ചാൽ നമുക്ക് നോക്കാം, ലീഗൽ ആക്ഷൻ ഒക്കെ നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആസ് ഇറ്റ് ഈസ് ഒരു ഫംഗ്ഷൻ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ്. ആ ഫംഗ്ഷൻ ഡേ ആവാറായി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ നിങ്ങള് അതേപോലെ തന്നെ പലരും ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേജസ് എന്ന് ഓർഡർ ചെയ്യുന്നത്, അതൊന്നും ഒരിക്കലും വാങ്ങരുത്. ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങാൻ വെച്ചാൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ അതിൽ തന്നെ തട്ടിപ്പുണ്ടായിരുന്നു. പിന്നീടാണ് അവര് ഡെലിവറി ബോയിനെ നമ്മുടെ മുമ്പ് നിന്ന് അൺബോക്സ് ചെയ്ത് തരാനുള്ള ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതാണ് അതിന്റെ സൊല്യൂഷൻ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ, നമ്മളൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ അതിൽ ആ ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ഇപ്പൊ ഇങ്ങനത്തെ കമ്പനീസിനും ഞാൻ ഒരു അഡ്വൈസ് പറയാണ്, ഇത് ഷെയർ ചെയ്ത് കമ്പനീന്റെ നോയ്സിന്റെ ആരെങ്കിലും ഒരാൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ പോർട്ടലിലും ആ ഒരു ഓപ്ഷൻ ആക്കുക. നിങ്ങളുടെ കൊറിയർ പാർട്ട്ണറിന്റെ അവരെന്നെ അൺബോക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവർക്ക് കൊടുക്കുന്ന രീതി അതിനൊരു ഓപ്ഷൻ വെക്കുക, അത് ടിക്ക് ചെയ്യുക. അതേ ഇതിനുള്ള ഒരു സൊല്യൂഷൻ ഉള്ളൂ. കാരണം ഭയങ്കര കഷ്ടമാണ്. ഇപ്പൊ ഐഫോൺ വാങ്ങിയിട്ട് സോപ്പ് വാട്ട കിട്ടി, ഇതൊക്കെ അങ്ങനത്തെ ഒരു ഇഷ്യൂലേക്ക് മാറും. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ. പിന്നെ ഒരു വാൾ കഷ്ണം കൂടെ, ഏറ്റവും നല്ലത് ഓഫ്ലൈൻ ആയിട്ട് പോയി വാങ്ങുന്നതാണ്. ഞാൻ ഈ മൈക്ക് 300 രൂപ കൂടുതലാണ്, 600 രൂപയെ ഇതിനുള്ളൂ. ഓൺലൈനില് ഞാൻ ഇമേജ് മൊബൈൽസ് നിന്ന് വാങ്ങിയപ്പോ 900 രൂപ അവരെനിക്ക് ബില്ല് ചെയ്തു. ബില്ല് കാണിച്ചാൽ വേണമെങ്കിൽ. പക്ഷെ ആമസോണിൽ അത് ഉള്ളൂ. പക്ഷെ എനിക്ക് എന്താ, ഈ ഒരു മൈക്ക് എന്റെ ഫോണായിട്ട് പെയർ ചെയ്യാൻ പറ്റുമോ നോക്കണം. പിന്നെ പെയർ ചെയ്ത് അത് ഓക്കെ പറഞ്ഞിട്ട് ഞാൻ ഓൺലൈനിൽ കാണിക്കുന്നത് നമുക്ക് ചെയ്യണ മോശമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ബില്ല് ചെയ്തു. കാരണം എനിക്ക് ആ ദിവസം വീഡിയോ ചെയ്യാനുള്ളത്. എന്റെ വേറെ മൈക്ക് ഉണ്ട് പറഞ്ഞിട്ട് അതല്ല, നമ്മൾ ചെയ്യുമ്പോൾ ഒരു മനസ്സിണ്ടല്ലോ, നമ്മളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അവരോട് വാങ്ങാണ്ട പോകുന്നത്, അത് ശരിയല്ല. അപ്പൊ 300 രൂപ അധികമായിട്ട് നമ്മളത് ചെയ്യാം.
ഇതൊക്കെ ഞാൻ തന്നെ പേയ്മെന്റ് കൊടുത്ത് വാങ്ങിയതാട്ടോ, അല്ലാണ്ട് എനിക്കൊരു കമ്പനിയും ഗിഫ്റ്റ് തരുന്നല്ല അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞ ഐ പെയ്ഡ് എന്ന് ഞാൻ പറയാറുണ്ട്, ഞാൻ പേ ചെയ്ത ഇതാണ്, അല്ലാണ്ട് പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാൻ പേ ചെയ്ത പ്രൊമോഷൻ ആണ്. അപ്പൊ മറ്റൊരു വീഡിയോ കാണാൻ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.